नहीं, नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है। आप लिख के ले लो, आपको ऑपोजिशन इंडिया गठबंधन गुजरात में हराने जा रहा है। लोकतंत्र ने और संविधान ने मुझे सिखाया है कि मुझे विपक्ष के नेता को गंभीरता से लेना चाहिए। हमें संरक्षित करिए, ऐसा नहीं चलता। ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള തന്റെ കന്നി പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി മോദിയെയും കൂട്ടരെയും അക്ഷരാർത്ഥത്തിൽ തേച്ചൊട്ടിച്ചു എന്ന് വേണം പറയാൻ. രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും 90 മിനിറ്റ് നീണ്ട ഒറ്റ പ്രസംഗത്തിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ മോദിയുടെ വിഡ്ഢിത്തങ്ങളെയും പാഴ്വാക്കുകളെയും തുറന്നു കാണിക്കുകയും ചെയ്തു. BJP മോദിയും ഒന്നും പ്രതികരിക്കാനില്ലാതെ മിണ്ടാട്ടം മുട്ടിപ്പോയി. അമിത്ഷാ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് സ്പീക്കറോട് അലമുറയിട്ട് കരയുന്ന ഗതികേട് വരെ ഉണ്ടാക്കി രാഹുലിന്റെ വാക്ചാതുര്യം. കോരിത്തെരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാം. ഇത് അല്പം നീണ്ട വീഡിയോ ആണ്, പക്ഷേ വെൽ വർത്ത് ടു വാച്ച് ദിസ് കംപ്ലീറ്റ്ലി. ജയ് സംവിധാൻ എന്ന് പറഞ്ഞ് പ്രതിപക്ഷാംഗങ്ങൾ സത്യപ്രതിജ്ഞ എടുത്തപ്പോൾ വല്ലാതെ അസഹിഷ്ണുത പ്രകടിപ്പിച്ച സ്പീക്കർ ഓം ബിർളയ്ക്ക് വയറ് നിറച്ചു കൊടുത്താണ് അദ്ദേഹം തുടങ്ങിയത്. जय संविधान, कॉपी है उसकी, जय संविधान, इसकी हमने रक्षा की है. പിന്നീട് ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി ഞങ്ങളുടെ അഭയകേന്ദ്രത്തിന്റെ ചിത്രം കാണിച്ചുകൊണ്ട് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. So I'd like to start by showing an image of our refuge. അത് കണ്ടപ്പോൾ സ്പീക്കർക്ക് ഹാലിളകി. ക്യാമറ രാഹുലിന്റെ മുഖത്തു നിന്ന് മാറ്റി സ്പീക്കറുടെ മുഖത്തേക്ക്. सर शिव जी की फोटो नहीं दिखा सकते सर? മോദിയെയും കൂട്ടരെയും നോക്കി പറയുന്നത് കേട്ടോളൂ. നിങ്ങൾ ഹിന്ദുവല്ല, ഹിന്ദു ഹിംസ പ്രചരിപ്പിക്കുകയില്ല. ഹിന്ദുധർമ്മത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന്, സത്യത്തെ ഭയപ്പെടരുതെന്ന്. എന്നാൽ BJP 24 മണിക്കൂറും ഹിംസയും വിദ്വേഷവുമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മോദിക്ക് വല്ലാണ്ടങ്ങ് നൊന്തു. हिंदू हिंसा नहीं फैला सकता, हिंदू नफरत नहीं फैला सकता, और बीजेपी 24 घंटा नफरत हिंसा नफरत हिंसा नफरत हिंसा. शिव जी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं. आप हिंदू हो ही नहीं. हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए, सत्य से पीछे नहीं हटना चाहिए, सत्य से नहीं डरना चाहिए. अहिंसा हमारा प्रतीक है. अभय मुद्रा. മോദി എഴുന്നേറ്റ് നിന്ന് വിഷയം വളരെ ഗൗരവകരമാണ്, മുഴുവൻ ഹിന്ദുക്കളും കൊലയാളികളാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു എന്ന് പറഞ്ഞു. മോദിയുടെയും BJP മന്ദന്മാരുടെയും സ്ഥിരം തന്ത്രം. എന്നാൽ ഇനി ഇത് ഏശുകയില്ലെന്ന് മോദിക്ക് ഇനിയും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. विषय बहुत गंभीर है, पूरे हिंदू समाज को हिंसक कहना एक गंभीर विषय है. രാഹുൽ ഇതാ അതിന് മോദിയുടെ മുഖമടച്ച് മറുപടി കൊടുക്കുന്നു. മോദിയല്ല മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രതിനിധി. BJP യഥാർത്ഥ ഹിന്ദുവല്ല, RSS യഥാർത്ഥ ഹിന്ദുക്കളല്ല. नहीं, नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है. ഇങ്ങനെയൊക്കെ മോദിയുടെ വയറ് നിറച്ചു കൊടുക്കാമോ രാഹുൽ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. മോദി പഞ്ചപുച്ഛമടക്കി വാലും ചുരുട്ടിയിരുന്നു. പിന്നീട് രാഹുൽ എല്ലാ മതങ്ങളും സ്നേഹവും സത്യവും അഹിംസയും ഭയരാഹിത്യവുമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, ബുദ്ധ എന്നിങ്ങനെ ഓരോ മതങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് അക്കമിട്ട് നിരത്തി. That it is not just one religion that talks about courage. In fact, all our religions talk about courage. Here is the religion of Islam. मैं समझाना चाहता हूँ, वो समझा नहीं पा रहा हूँ. समझदार है यहाँ पर, सब चुनकर आते हैं, चुनकर भेजा है जनता ने, सबको चुनकर भेजा. आप एड्रेस करें. कांग्रेस पार्टी ने शिव जी की फोटो दिखा दी है, गुस्सा हो गए. इस्लाम में भी लिखा गया है, कुरान में, the prophet peace be upon him said, he God said, have no fear, I am with you, hearing and seeing. मतलब इस्लाम में भी कहा गया है कि डरना नहीं है. और जब इस्लाम में दुआ मांगी जाती है तो दोनों हाथ से, दाएं हाथ से अभय मुद्रा दिखाई देता है. उसके बाद गुरु नानक जी की ओर चलते हैं. सर गुरु नानक जी के चित्र में भी आपको अभय मुद्रा दिखाई देगा. गुरु नानक जी भी कहते हैं कि डरो मत, डराओ मत, किसी से हिंसा नहीं की, अहिंसा की बात की, सत्य की बात की, और किसी को उन्होंने अपनी जिंदगी में नहीं डराया. जीसस क्राइस्ट की इमेज देखिए, उसमें भी आपको अभय मुद्रा दिखाई देगा. जीसस क्राइस्ट की इमेज में भी अभय मुद्रा, डरो मत, डराओ मत. और जीसस क्राइस्ट ने कहा कि अगर आपको कोई थप्पड़ मारता है तो दूसरा गाल दिखा दो. बुद्ध भगवान, अभय मुद्रा, डरो मत, डराओ मत, अहिंसा. मतलब, और अंत में महावीर, डरो मत, डराओ मत, अभय मुद्रा. BJP-ക്കാരുടെ മിണ്ടാട്ടം മുട്ടി.
എന്തു ചെയ്യണമെന്നറിയാതെ വിളറിയിരിക്കുകയാണ്. ഓം ബിർളയുടെയും മോദിയുടെയും ഷായുടെയും ഒക്കെ മുഖഭാവം കണ്ടോ? അതിനിടയ്ക്ക് നമ്മുടെ മണ്ഡി MP കൊണകണ റണ്ണൌട്ട് കുണ്ടിയിൽ വണ്ട് കടിച്ചതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ പറയുകയാണ് എവിടെയൊക്കെ പറ്റുമോ അവിടെയെല്ലാം ഭയം വിതയ്ക്കുകയാണ് മോദിയും BJPയും. പക്ഷേ കോൺഗ്രസ് നിങ്ങളെ തെല്ലും പേടിക്കുന്നില്ല, മറിച്ച് നിങ്ങൾ കോൺഗ്രസിനെയാണ് പേടിക്കുന്നത്. 100% രാജ്യസ്നേഹികളായ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നു. जहां भी ये देखते हैं ये सोचते हैं कि भाई भय कैसे पैदा करें, माइनॉरिटीज को डराते हैं. नहीं, कांग्रेस नहीं डरती आपसे, आप कांग्रेस से डरते हो. हिंसा, नफरत, माइनॉरिटीज के खिलाफ, मुसलमानों के खिलाफ, सिखों के खिलाफ, क्रिश्चियंस के खिलाफ. और माइनॉरिटीज ने क्या किया? हर स्फीयर में हिंदुस्तान को रिप्रेजेंट करते हैं, नाम रोशन करते हैं, पत्थर जैसे हिंदुस्तान के साथ एक साथ खड़े हैं. പിന്നീട് സ്പീക്കർ ഓം ബിർളയ്ക്ക് ക്ലാസ് എടുത്തു. രാഹുൽ കൈകെടുത്തപ്പോൾ നേരെ നിന്ന് ഹസ്തദാനം ചെയ്ത ബിർള മോദി കൈകെടുത്തപ്പോൾ നട്ടല്ലു വളച്ച് കുമ്പിട്ടാണ് ഹസ്തദാനം ചെയ്തത്. ഇങ്ങനെ നട്ടല്ലു വളഞ്ഞു നിൽക്കുന്നത് സ്പീക്കർ പദവിക്ക് ചേരുന്നതല്ല. താങ്കളാണ് ഈ സഭയുടെ നാഥൻ. ബിർളയുടെ ഉടുമുണ്ടഴിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. There are actually two people sitting in that chair. There is the Speaker of the Lok Sabha, the Speaker of the Indian Union, and there is Mr. Om Birla. When Modi ji went and shook your hand, and I went and shook your hand, I noticed something. When I shook your hand, you stood straight like this and shook my hand. And when Modi ji shook your hand, you bowed down and shook his hand. ഇനി അയോധ്യയെക്കുറിച്ചും വാരണാസിയെക്കുറിച്ചും പറയുകയാണ്. മോദി 2 പ്രാവശ്യം അയോധ്യയിൽ സർവേ നടത്തി. അവിടെ മോദി മത്സരിച്ചാൽ വിജയിക്കുമോ എന്ന്, പ്രത്യേകിച്ച് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന്റെ വെളിച്ചത്തിൽ. എന്നാൽ സർവേയിൽ കണ്ടത് അയോധ്യയിൽ മത്സരിച്ചാൽ അവിടുത്തെ ജനത പരാജയപ്പെടുത്തുമെന്നാണ്. അതിനാൽ വാരണാസിയിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ നിന്നും കഷ്ടിച്ചു കടന്നുകൂടി എന്ന് പറഞ്ഞാൽ മതി. 3 बार नरेंद्र मोदी ने टेस्ट किया, 2 बार क्या मैं अयोध्या से लड़ जाऊं? और सर्वेयर्स ने कहा अयोध्या में मत लड़ जाना, अयोध्या की जनता हरा देगी. और इसीलिए प्रधानमंत्री वाराणसी गए और वहां बच के निकले. അന്യായമായി രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന, ജയിലിൽ അടയ്ക്കപ്പെടുന്ന പ്രതിപക്ഷ നേതാക്കളെ കുറിച്ചും പരാമർശിക്കാൻ രാഹുൽ മറന്നില്ല. So when Hemant Soren ji is in jail or Kejriwal is in jail, it should disturb me, it should hurt me. When you unleash your agencies on these political people, it is our job to defend them. നീറ്റിന്റെയും മറ്റു പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോർന്നതുവഴി ഭാവി അവതാളത്തിലായ വിദ്യാർത്ഥികളുടെ ശബ്ദമുയർത്തുകയാണ് പിന്നീട് ചെയ്തത്. ഇതിനൊരു പരിഹാരം കാണാൻ ഒരു ദിവസം ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ചർച്ച നടത്തി വേണ്ട പരിഹാര നടപടികൾ എടുക്കണമെന്ന്. കഴിഞ്ഞ 7 വർഷമായി 70 പ്രാവശ്യം ചോദ്യപേപ്പർ ചോർന്നു. 2 കോടി വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇതുവഴി ഇരുട്ടിലായത്. हम चाहते थे कि नीट पे एक दिन का डिस्कशन हो. काफ़ी ज़रूरी मामला है. 2 करोड़ युवाओं को नुकसान हुआ है. 70 बार पिछले 7 साल में पेपर लीक हुए. हम चाहते थे कि एक दिन चर्चा इस पे हो. पार्लियामेंट से देश को मैसेज जाता है. ठीक है. और हम स्टूडेंट्स को मैसेज देना चाहते हैं कि जो नीट का इशू है वो पार्लियामेंट के लिए जरूरी है. ठीक है. इसलिए मैसेज देने के लिए हम चाहते थे कि एक दिन पार्लियामेंट चर्चा करे. मैं देखता हूं. ठीक है. വനിതകളുടെ വിഷയവും പാർലമെന്റിൽ ഉയർത്താൻ രാഹുൽ മറന്നില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് വനിതകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവകാശമുണ്ട്. RSS എന്ന നിങ്ങളുടെ സംഘടനയിൽ വനിതകളില്ല, പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. हाँ, मैं औरतों की बात कर सकता हूँ, मैं कर सकता हूँ. आप अपने संगठन में महिलाओं को नहीं डालते हो, मगर मैं औरतों की बात कर सकता हूँ. ബയോളജിക്കൽ അല്ലാതെ ജനിച്ച മോദിയെ മർമ്മത്തിൽ കുത്തി മോദിയുടെ വിഡ്ഢിത്തം തുറന്നു കാട്ടുന്ന ഈ രസകരമായ ഭാഗം കണ്ടോളൂ. पता नहीं फाइन ट्यूनिंग हो गई भगवान के साथ. डायरेक्ट मैसेज भगवान सर ने बोला है. सर, प्रधानमंत्री ने ये बोला है, ये मैं नहीं बोल रहा हूँ. प्रधानमंत्री ने बोला है कि मेरा डायरेक्ट कनेक्शन है भगवान के साथ. मैंने नहीं बोला. ഇവിടെ ബിർള പ്രധാനമന്ത്രി പദത്തിന്റെ മഹിമ ഉയർത്തിക്കാട്ടി ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്നു. പക്ഷെ ഓരോ പദത്തിന്റെയും യഥാർത്ഥ മഹിമ ആ പദം വഹിക്കുന്ന വ്യക്തിയുടെ മഹിമയുമായി ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണെന്ന് ബിർള സൗകര്യപൂർവ്വം മറക്കുകയാണ്. പ്രധാനമന്ത്രി പദത്തിന്റെ മഹിമയ്ക്ക് ചേർന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒരിക്കലും ചെയ്യാത്ത പ്രധാനമന്ത്രി അത് അർഹിക്കുന്നില്ല എന്നല്ലേ വാസ്തവം. രാഹുൽ അതിന് വ്യക്തമായി മറുപടി കൊടുത്തു. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞതാണെന്ന്. ബിർളയ്ക്ക് വയറൊന്നിറിഞ്ഞ് കാണണം. माननीय सदस्यगण, आप वरिष्ठ नेता हैं, सदन के नेता होते माननीय प्रधानमंत्री जी, और हम सबको माननीय प्रधानमंत्री जी का सम्मान करना चाहिए. ये सदन में हमेशा उच्च कोटि की परंपरा मर्यादा रही है. स्पीकर सर, मैं रिस्पेक्ट कर रहा हूँ. ये प्रधानमंत्री के शब्द है, मेरे शब्द नहीं है. ये प्रधानमंत्री जी ने कहा है, पब्लिक में मीडिया को कहा है कि मैं बायोलॉजिकल नहीं हूँ, मेरा डायरेक्ट कनेक्शन भगवान के साथ है. मैं नहीं बोल रहा हूँ, प्रधानमंत्री मोदी जी ने बोला है. The Prime Minister, of course, who has a direct connection with God,
speaks directly to God. Paramatma speaks to Modi ji's Atma directly. Unlike with all humans, we are all biological. We are born, we die, but the Prime Minister is a non-biological being. ഗാന്ധിയെ ലോകമറിഞ്ഞത് 1982 ഗാന്ധി സിനിമ ഇറങ്ങിയതിനു ശേഷമാണെന്നുള്ള മോദിയുടെ വിഡ്ഢിത്തത്തെയും രാഹുൽ തുറന്നു കാണിക്കാൻ മടിച്ചില്ല. And the Prime Minister says Gandhi is dead. And Gandhi was revived by a movie. I mean, can you understand the ignorance? ഡിമോണറ്റൈസേഷൻ വഴി ജീവിതം വഴിമുട്ടിയ ചെറുകിട കർഷകരുടെയും ചെറുകിട വ്യാപാരികളുടെയും സാധാരണ ജനങ്ങളുടെയും ദുരിതങ്ങൾ വിവരിക്കുകയാണ് ഇവിടെ. ശതകോടീശ്വരരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയതെന്നുള്ള സത്യം മോദിയുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. आप किसी भी छोटे व्यापारी से पूछ लो, किसी भी स्मॉल मीडियम बिजनेस ओनर से पूछ लो, ये आपको बता देगा. गुजरात में मैं गया, टेक्सटाइल ओनर्स के साथ मेरी बात हुई. मैंने उनसे पूछा नोटबंदी क्यों हुई, जीएसटी क्यों हुई. साफ बोला, अरबपतियों की मदद करने के लिए जीएसटी और नोटबंदी की गई है. नरेंद्र मोदी जी अरबपतियों के लिए काम करते हैं. ഇനിയുള്ളതാണ് ഏറ്റവും ശക്തമായ വാക്കുകൾ. എന്റെ വാക്കുകൾ കുറിച്ചു വെച്ചോളൂ. അടുത്ത പ്രാവശ്യം ഗുജറാത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് മോദിക്കൂട്ടത്തിന്റെ സർവ്വ ആത്മധൈര്യവും ചോർത്തിക്കളഞ്ഞ സിംഹഗർജനം. मैं जाता रहता हूं और आपको गुजरात में हराएंगे इस बार. आप लिख के ले लो. आपको ऑपोजिशन इंडिया गठबंधन गुजरात में हराने जा रहा है. പ്രസിഡന്റിന്റെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണല്ലോ ഇവിടെ നടക്കുന്നത്. എന്നാൽ പ്രസിഡന്റിന്റെ പ്രസംഗത്തിൽ രാജ്യം നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചും പരാമർശിക്കാതെ മോദിയുടെ മുഖസ്തുതികൾ മാത്രം പാടുന്ന വെറും പാഴ്വാക്കുകളായിരുന്നു എന്ന് ഇവിടെ തുറന്നു കാണിക്കുകയാണ് രാഹുൽ ഗാന്ധി. ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് മിണ്ടിയില്ല, അഗ്നിവീറിനെ കുറിച്ച് ഉരിയാടിയില്ല. 7 साल में 70 बार पेपर लीक. प्रेसिडेंट्स एड्रेस में ना नीट की बात होगी, ना अग्निवीर की बात होगी. ये बातें नहीं होंगी. और हमने कहा, स्पीकर सर हमने कहा कि एक दिन का डिस्कशन अलाउ कर दीजिए. हम आपके साथ खड़े होकर इसको रिजॉल्व करना चाहते हैं. इंस्टीट्यूशनल फेलियर है. ഇവിടെ മോദി പരാജയം സംബന്ധിച്ച് കുനിഞ്ഞ മുഖഭാവത്തോടെ പറയുന്നത് കേട്ടോ. ജനാധിപത്യവും ഭരണഘടനയും എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ഞാൻ പ്രതിപക്ഷ നേതാക്കളെ അർഹിക്കുന്ന ബഹുമാനത്തോടെ കാണണമെന്ന്. लोकतंत्र ने और संविधान ने मुझे सिखाया है कि मुझे विपक्ष के नेता को गंभीरता से लेना चाहिए. അതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഷ്ട്രപതിയുടെ പ്രസംഗവുമായി ബന്ധപ്പെടാത്ത, ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെടാത്ത, അയോധ്യ, സനാതന ധർമ്മത്തിന്മേൽ ആക്രമണം എന്നൊക്കെയുള്ള അനാവശ്യ വിഷയങ്ങൾ അനുരാഗ് താക്കൂർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ടാണ് താൻ ജനങ്ങളുടെ നന്മയ്ക്കായുള്ള വിഷയങ്ങൾ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പരാമർശിച്ചത് എന്നാണ്. स्पीकर सर आपने कहा कि डिबेट प्रेसिडेंट एड्रेस पे होनी चाहिए. ये जो मैंने किया है, अनुराग ठाकुर जी ने अयोध्या की बात की थी, अनुराग ठाकुर जी ने सनातन धर्म पर आक्रमण की बात की थी, इसीलिए मैंने ये किया है. मैं दिखाना चाहता हूं कि अयोध्या में क्या हुआ, अयोध्या की सच्चाई क्या थी. ഇനി അവസാനമായി അമിത്ഷായുടെ കരച്ചിൽ കൂടി കേൾക്കാം. സ്പീക്കർ സാറേ, ഞങ്ങളെ രാഹുൽ ഗാന്ധിയുടെ ഈ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കൂ എന്ന കരച്ചിൽ. आप एक तरफा नियमों के ऊपर जाकर उनको रियायत दे रहे हो मान्यवर, हमें संरक्षित करिए, ऐसे नहीं चलता. ഏതായാലും അങ്ങനെ മോദി പാഠം പഠിച്ചു എന്ന് സമ്മതിച്ചു. പക്ഷെ അതിനൊത്ത പ്രവൃത്തി മോദിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. വിവേകശാലിക്ക് വിവേകത്തോടെ പെരുമാറാനാവും.